നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഹയർ സെക്കൻഡറി മോഡൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാനുള്ള ഒരു പ്രോബ്ലമാണിത്. ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാം. ആദ്യം തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതേപോലെ കാൽക്ക് ഓപ്പൺ ചെയ്ത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ G1 സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഹെഡിങ് ടോട്ടൽ കോസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. തൊട്ടടുത്തായിട്ട് H1-ൽ ഡിപ്രീസിയേഷൻ എന്ന ഹെഡിങ് നൽകുക. ഇനി G2-ൽ ടോട്ടൽ കോസ്റ്റ് കാണാനുള്ള ഫോർമുല ടൈപ്പ് ചെയ്യാം. അവിടെ ഫോർമുല ടൈപ്പ് ചെയ്യേണ്ടത് ഈക്വൽ ടു സം. ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റാളേഷൻ ചാർജ് ഇതെല്ലാം ചേർന്നതാണ്. അപ്പോൾ ഇവിടെ B2 to D2 മുതൽ D2 വരെയുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്താണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം B2 to D2 എന്റർ പ്രസ് ചെയ്യുക. ഇനി ഡിപ്രീസിയേഷന്റെ തൊട്ടു താഴെയുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഡിപ്രീസിയേഷന്റെ ഫോർമുല ടൈപ്പ് ചെയ്യാം. ഈക്വൽ ടു സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ കാണാൻ SLN എന്റർ പ്രസ് ചെയ്യുക. അവിടെ ആദ്യം കോസ്റ്റ്, സാൽവേജ്, ലൈഫ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് എന്നുള്ള സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ G2 കോമ, ഇനി സാൽവേജ് ആണ്, സാൽവേജ് E2-ലാണ്, അവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ കോമ, ലൈഫ് F2 അല്ലെ. അപ്പോ ഈക്വൽ ടു SLN ബ്രാക്കറ്റിൽ G2 കോമ E2 കോമ F2 എന്റർ പ്രസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് റോയിലെ ഡിപ്രീസിയേഷൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഈ ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യാം. ദെൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഫോർമുല താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലെയും ഡിപ്രീസിയേഷൻ നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.